ഒരു സാധാരണ IIT-ക്കാരൻ്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത് നൊമ്പരത്തിൻ്റെയും സഹനത്തിൻ്റെയും ചേരുവകൾ ചാലിച്ച് പ്രകൃതി സ്നേഹത്തിലും വനസംരക്ഷണത്തിലും ചെറുതായൊന്ന് പുഴുങ്ങിയെടുത്ത് പ്രോജക്റ്റിൻ്റെയും സെമിനാറിൻ്റെയും പ്ലേസ്മെൻറ്റിൻ്റെയും ചുടുതിയിൽ പൊരിച്ചെടുത്ത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമൃദ്ധമായ വിഭവം. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന IITB Diaries. ഞാനൊരു IIT-കാരനാണ്. ബിടെക്കിന് IIT കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. നമുക്ക് പിന്നെ ആ ലെവൽ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ കിട്ടിയില്ല. പിന്നെ നമ്മുടെ ലെവൽ കൂടിയതാണോ അതോ ഗേറ്റിന്റെ ലെവൽ കുറഞ്ഞതാണോ എന്നറിയില്ല. എങ്ങനെയോ M.Tech ഇവിടെ കിട്ടി. അധികം വീട്ടിലില്ല, നമുക്ക് IIT-യിലേക്ക് പോവാം. ജോയിൻ ചെയ്തപ്പോ ആദ്യം കിട്ടിയ ഹോസ്റ്റല് 15 അതിലെ ഒരു വിങ് നിറയെ പെൺകുട്ടികളാണ്. അവരെയൊക്കെ ഫുൾ ഫ്ലെഡ്ജിൽ കാണാൻ പറ്റുന്നത് മെസ്സിൽ വരുമ്പോഴാണ്. ഇയാളൊന്നും പോയില്ലേ? ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നതാ. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോ, ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ മതി. തൽപരകക്ഷിയല്ല. H15-ലെ ആ വലിയ റൂമിൽ ഓക്കെ CGPA ആണ് വലുത് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ക്ലാസ്മേറ്റ്സ്, വെള്ളമടിയും പുകവലിയുമായി നടക്കുന്ന ഒരു റൂംമേറ്റ്. ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ അപ്പുറത്തെ റൂമിലെ ആന്ധ്രാക്കാരനായിരുന്നു. അപ്പൊ റൂംമേറ്റ് ഇല്ല, H15-ലെ ആ വലിയ റൂമിൽ ആ M.Tech-കാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് M.Tech-കാരനേട്ടാ? നിമ്മിണ്ടറക്ക പ്ലീസ്. ചേട്ടാ ഒന്ന് മാറിയടാ. ചേട്ടാ പുറകിലൊരു മെസ്സി. എടാ ഗിരിരാജൻ നീയാടാ. എടാ നിനക്ക് തന്നെയാണ് പരിപാടി. നീ എവിടെ നിന്ന് വന്നടാ മരഭൂതമേ? ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോണേ. പോടാ, പോ, വിട്ടുപോ, പോയി ഗോൾ അടിച്ചിട്ട് വാ. ടൂർണമെന്റാ, ഞാൻ പോവാടാ. അങ്ങനെ വായനോട്ടവും ക്ലാസ്സുകളൊക്കെ ആയിട്ട് ദിവസങ്ങൾ അങ്ങോട്ട് കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓണെത്തിയത്. ഓണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് MCA ഓണാഘോഷ പരിപാടികളൊക്കെ തട്ടിക്കൂട്ടി. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ മെയിൻ ഇവിടുത്തെ സാരി എടുത്ത തരണി ഓണസദ്യയാണ്. പിന്നെ ഓണസദ്യയാണ്. सांबार इतनी सांबार पानी
നീ എന്തിനിപ്പോ കയറിയത്? ഞങ്ങൾ കമ്മിറ്റിക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് എടുക്കേണ്ടത്. അപ്പൊ ആര് പറഞ്ഞു? കമ്മിറ്റിക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ നിന്നാലെ കുത്തിക്കാരണോ? നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറേ, എന്താ ഞാൻ നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. സാറേ എന്താ ഞാൻ വിളമ്പാ? നിങ്ങൾ വേറെ തല്ലി പിടിക്കല്ലേ? രണ്ടുപേരും ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം സോൾവ്. മോനെ കുറച്ച് ചോറിട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട, ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. തൈര് ഒഴിച്ചു. എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്നുണ്ടോ ഈ പന്നി? ദോ, എന്നെ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറൊന്നുമില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ല. എനിക്ക് എപ്പോഴും കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോറിട്ടെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്തല്ലേ വീട് വീട്. എന്നിട്ട് അവൻ എന്റെ വീട്ടിൽ തൊട്ടപ്പുറത്തെ ഓരോരുത്തരും വയറ് വാടകയിൽ തോന്നിരിക്കുക. എനിക്ക് വേണ്ടായ തുപ്പിട്ട് ചോറുണ്ടോ? വേണോ ചോദിച്ചാൽ വേണ്ടെന്ന് പറയാ. ഇവനാരെ മൂന്ന് മാസം ചോറ്. എനിക്കിനി ചോറ് വേണ്ട. അതെന്താ നിനക്ക് ചോറ് വേണ്ടാത്ത? മര്യാദയ്ക്ക് നീ ചോറ് തിന്നിട്ട് നീ പന്നി. ഓണാഘോഷത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് എലക്ഷന്റെ കാര്യം ഓർമ്മ വന്നത്. എലക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയാണെന്ന്. അയ്യോ, ഇങ്ങനെയല്ല, ഇങ്ങനെയല്ലേ അല്ല. എടാ, നീ നിക്കടാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതെ ബായ്, എന്റെ കാലിൽ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് സീനായിട്ടിരിക്കും. പിന്നെ നാട്ടിൽ നിന്ന് TV ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്യേ. എടാ, നിന്നെ കണ്ട ഒരു പ്രസിഡന്റ് ലുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടാ പറഞ്ഞേ. പ്രസിഡന്റ് ഒക്കെ വേണേ ഞാനാവാം, പക്ഷെ പരിപാടിക്കൊന്നും ഞാൻ വരൂല. പിന്നെ എന്തിനാണ് നീ പ്രസിഡന്റ് ആവുന്നത്? എടാ എടാ നീ നിക്ക് പ്ലീസ്, ഒന്ന് പോടാപ്പാ. എടാ നീ എങ്കിലും നിക്ക്. നീ കുറെ കുറ്റം പറഞ്ഞല്ലേ കഴിഞ്ഞോണ കമ്മിറ്റിക്ക്. നിനക്ക് നിൽക്കാൻ പാടില്ല ഇത്തോണ. അയ്യോ, എനിക്ക് കുറ്റം പറയാനില്ല, അറിയോ, പണിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇജ്ജ് സുന്ദരിയല്ലെന്ന് ആരാ പറഞ്ഞു? ഈ മതി പ്രസിഡന്റ് ആയിട്ട്. ഇവിടെ വാടാ. ഗോപാല, മലയാളികൾക്കായി IIT അണിയിച്ചൊരുക്കുന്ന MCA മെമ്പർഷിപ്പ് എടുത്തുവോ താങ്കൾ? ആ ദാമുവിനെ നോക്കൂ, എത്ര സന്തോഷവാനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു MCA മെമ്പർ കൂടിയാണ്. MCയുടെ എല്ലാ പരിപാടികൾക്കും മുടങ്ങാതെ സംബന്ധിക്കാറുമുണ്ട്. താങ്കൾക്കും എടുക്കട്ടെ ഒരു മെമ്പർഷിപ്പ്. എന്താണ് മെമ്പർഷിപ്പിന്റെ ഗുണങ്ങൾ? വിഷുവിന് ഓണവും ഈസ്റ്ററിന് ഗാന്ധി ജയന്തിയും ആഘോഷിക്കാം. ഓഹോ, അത് മാത്രമല്ല, കാപ്പുമാക്കാൻ, വില്ലാളി വീരൻ, ആടുപുലിയാട്ടം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ ഒന്നിലധികം തവണ ഡൗൺലോഡ് ചെയ്ത് കാണാം. അങ്ങനെയോ? ആരാണ് മെമ്പർഷിപ്പ് ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? നിങ്ങളെ ഒരു കടക്കാരനാക്കാൻ അത് മതി, വലിയ കടക്കാരൻ. പിന്നെ വളരെ പെട്ടെന്നാണ് പ്ലേസ്മെന്റ് സീസൺ എത്തിയത്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിടെക്കാർക്ക് ചാകരയാണ്. ഡേ 1 ഡേ 2 ഒക്കെ ഭയങ്കര സ്പീഡിലാണ് പോണത്. ഒരു 10 ദിവസം കഴിയുമ്പോ ഏതാണ്ട് നമ്മുടെ ലെവലിലൊക്കെ എത്തും.
placement results. Dayton placement results. അയ്യോ ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ റോൾ നമ്പറിന് തന്നെ അടിക്കണേ. വായിച്ചേ. CTC 6 lakhs. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. Roll number 7 7 2 2 0 0 7 7 8. 8 ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. 4 4 3 3 1. എന്തോ 1. 1 ആ ജോലി കിട്ടിയതിന് ശേഷമുള്ള എല്ലാ പ്രൊജക്ട് മീറ്റിങ്ങുകളും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. But wait, the coefficient of linear expansion is the position of the hemoglobin in the atmosphere. But wait, full may jump up very suddenly underneath the unfathomed motion unblossom. But wait. In the house of my wife and daughter, you will not see any minute after today. കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിയും കടിച്ചു പിടിച്ച് 4 മണിക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിങ്ങളൊന്നും ഞാൻ ശരിയാക്കിട്ടാ. എടാ മൂട്ട് കാറേ, സെമിനാർ തൊട്ട് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തന്തയ്ക്ക്. ഇത്രയും നാളും ഞാൻ കേട്ടേ എന്റെ ഗതികളെ കൊണ്ടാണ്. ഏത് പാവപ്പെട്ടവർക്ക് തന്തയ്ക്ക് വിളിക്കാം. 3.5 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ആ തെറിയൊക്കെ ഞാനിപ്പോ തന്നെ വിളിച്ചിരിക്കുന്നു. താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ തന്നെ ചെരുപ്പ് നിർത്തി ഞാനിവിടെ കഴിയും വിചാരിച്ചോ? എത്ര പേരെ താൻ ഈ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ആരോഗ്യസ്ഥിതിക്ക് പറ്റിയ ആളാണോ അയാള്? കൂടായാ എടാ ഞങ്ങൾ ഈ IIT കിടന്നത്രയും പണിയൊക്കെ എടുത്തിട്ട് ഇതുവരെ ഒരു പേപ്പർ ഉണ്ടാ? നമുക്ക് 2 ലക്ഷം പാവൂജൊക്കെ വരുത്തുന്ന 2 സ്മോളൊക്കെ അടിച്ച് നൈസായിട്ട് അങ്ങോട്ട് പോയാ മതി. അങ്ങനെ നൈസായിട്ട് ആ സെം കൂടെ പോയി കിട്ടി. 2 വർഷം നീണ്ടുനിന്ന സംഭവപരമായ ഇന്റർ ലൈഫിന്റെ അവസാനത്തെ കലാപരിപാടി എത്തി. പ്രോജക്ട് സബ്മിഷൻ. നമുക്ക് VMCCയിൽ ചെന്ന് ലാപ്പാക്കാം. അധികാലത്ത് എഴുന്നേറ്റ് ലാബുകളിൽ പോയി കോഡ് നന്നായോ എന്നും റിസൾട്ട് വന്നുവോ എന്നും നോക്കാം. അതിന്റെ അടുത്ത പണി എന്താണെന്ന് അറിയോ? അല്ലേ വേണ്ട, പറയൂ. പോയി മെയിൽ തുറന്നു നോക്ക്. അവിടെ വെച്ച് ഞാൻ നിനക്ക് എക്സ്റ്റൻഷൻ തരാം. എക്സ്റ്റൻഷൻ നേരാ തിരുമേനി, ഈ പച്ചൻ വർക്കൊന്നും ചെയ്തിട്ടില്ല.
മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. നായിഞ്ച മോനെ, നിന്നെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. നിന്റെ അപ്പൻ മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗതികേട് വന്നത്. പ്രകൃതിയുടെ നന്മകൾ അനർഗളം പ്രവഹിക്കുന്ന പ്രപഞ്ചത്തിന്റെ താഴ്വരയെ മാലാത്മാവാണ്. ഭൗതികത്വത്തിന്റെ ജീർണതകൾ സുഖലോൽപന്മാരായവർക്ക് മണിമാളികൾ കെട്ടിപ്പൊക്കാനായി വെട്ടി നിർത്തുന്ന മരങ്ങൾ വെട്ടരുത്, അവർ വളരട്ടെ. ചുട്ടുകൊള്ളുന്ന മനുഷ്യ മനസ്സുകൾക്ക് അവർ ശീതളിമ പകരട്ടെ.